ഹായ് ഓൾ, എല്ലാവർക്കും റൂട്ട്സ് ആൻഡ് ഷാഡോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നുള്ളത് എൻ്റെ തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് അനാഥ വാർദ്ധക്യം. അതിൻ്റെ കൂടെ 2 പിക്ചർ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ജൂൺ 15 വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ. ആൻഡ് സെക്കൻഡ് ചിത്രം എന്ന് പറയുന്നത് മലയാളത്തിലൊരു ഷോർട്ട് ഫിലിം ആയിട്ടുള്ള ദി സൗണ്ട് ഓഫ് ഏജ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്റർ പിക്ചർ. അപ്പോൾ ഇത് രണ്ടുമാണ്. അപ്പോൾ എന്താണ് ഈ 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ നോക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ജൂൺ 15 വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷേ നടന്നില്ല. കാര്യം ജൂൺ 15 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ വാർദ്ധക്യത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അവരൊക്കെ ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. ശരിയായ രീതിയിലുള്ള ഒരു പരിചരണങ്ങളോ ഒരു ചേർത്ത് നിർത്തലോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. പലതരത്തിലുള്ള അബ്യൂസുകൾ നേരിടേണ്ടി വരുന്നു, പലതരത്തിലുള്ള നെഗ്ലക്റ്റ്, അതായത് അവഗണനകൾ, മാറ്റി നിർത്തലുകളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സമൂഹമാണ് ഈ ഒരു വാർദ്ധക്യത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എതിരെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവരെ അവഗണിക്കുന്നത്, അവർക്കെതിരെയുള്ള പലതരത്തിലുള്ള മോശമായ പ്രവൃത്തികൾ, ഇതിനൊക്കെ എതിരെയുള്ള ഒരു ബോധവൽക്കരണ ദിനമായിട്ടാണ് ജൂൺ 15 ആചരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് വൃദ്ധജനങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സ്വന്തം ആൾക്കാരുടെ പോലും കരുതൽ കിട്ടാതെ അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് വൃദ്ധജനങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു കഥ പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ദി സൗണ്ട് ഓഫ് ഏജ് എന്ന് പറയുന്ന മലയാളം ഷോർട്ട് ഫിലിം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. മറ്റ് ഒരുപാട് സിനിമകളിലും ഒക്കെ നമ്മൾ കഥകളിലും ഒക്കെ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലും പ്രധാനമായിട്ടും പറയുന്നത്. അതായത് വയസ്സാകുമ്പോൾ മാതാപിതാക്കളെ സ്വന്തം മക്കൾ തന്നെ അവഗണിക്കുന്നത്, പിന്നെ അതുപോലെ സ്വത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നത്, അവരുമായിട്ട് കലഹിക്കുന്നത്, അവസാനം അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കഥകളും സാഹചര്യങ്ങളും സിനിമകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു ദിനം ആചരിക്കുന്നത്, അതായത് വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആചരിക്കുന്നതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തെമ്പാടും വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അതായത് നമ്മൾ നോക്കി വളർത്തുന്ന സ്വന്തം മക്കൾക്ക് അച്ഛനമ്മമാർ ഒരു ഭാരമാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബാധ്യതയാകുമ്പോൾ അവരെ കൊണ്ടു ചെന്ന് ആക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാറുകയാണ് ഈ വൃദ്ധസദനങ്ങൾ. നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, സ്വന്തം അച്ഛനെയും അമ്മയും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് നാണക്കേടായിട്ട്, അതൊരു അപമാനമായി കണ്ടിട്ട് അവർക്ക് പകരം മറ്റു വ്യക്തികളെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. ഒന്നുകിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം അച്ഛനമ്മമാരെ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുന്നതിന് മടി കാണിക്കുന്ന, അല്ലെങ്കിൽ അതൊരു നാണക്കേടായി കരുതുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും. ഒരു ചെറിയ വിഭാഗമെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെയും അമ്മയും ഒരു ഭാരമായി കാണുമ്പോൾ അവരെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവരെ ജീവിതത്തിൽ നിന്നൊരു മാറ്റി നടലാണ് സംഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ വൃദ്ധസദനങ്ങളിൽ കൊണ്ടു ചെന്നാക്കുന്നു, അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും അവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു കഥ പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ദി സൗണ്ട് ഓഫ് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു കഥയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിനിമാ താരമായിട്ടുള്ള മുത്തുമണിയാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഷോർട്ട് ഫിലിമിലെ അച്ഛൻ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് കൈനഗരി തങ്കരാജ് എന്ന് പറയുന്ന വളരെ ഒരു കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ പ്രധാനമായിട്ടും ഈ അച്ഛന് 4 മക്കളുണ്ട്, 3 ആൺമക്കളും ഒരു മകളും ഉണ്ട്. അപ്പോൾ ഈ മകൾക്ക് ചെറിയ പ്രായമുള്ളപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ഈ 4 മക്കളെയും ഇദ്ദേഹമാണ്
വളർത്തിക്കൊണ്ടുവരുന്നത്. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പാരൻറ്റിന് മക്കളെ വളർത്തി വലുതാക്കി അവർക്ക് നല്ലൊരു പൊസിഷനിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ വിവാഹമൊക്കെ നടത്തി കൊടുത്ത് അങ്ങനെ മക്കളെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ മക്കൾ ചെയ്യുന്നത് അവസാനം അച്ഛനോട് പോലും പറയാതെ അച്ഛന് നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി നൽകി അച്ഛനെ കൊണ്ടുപോവാണ്. അച്ഛനെ കൊണ്ടുചെന്ന് വൃദ്ധസദനത്തിലാക്കുമ്പോൾ മാത്രമേ ഈ അച്ഛൻ അറിയുന്നുള്ളൂ മക്കൾക്ക് താനൊരു ഭാരമായിട്ട് തന്നെ ഒഴിവാക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളത്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലും മറ്റ് കാര്യങ്ങളിലും ഒന്നും പറയാത്തൊരു പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നുണ്ട്. അതായത് 2007 പാസ്സായിട്ടുള്ള ഒരു ആക്റ്റാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് എൽഡർ സിറ്റിസൺ. മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ മുതിർന്ന വാർദ്ധക്യമുള്ള ആൾക്കാർക്കും അവരുടെ നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവർക്കുള്ള ഭക്ഷണം, പാർപ്പിടം, അതുപോലെ വസ്ത്രങ്ങൾ, അല്ലാതെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ഈ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് എൽഡർ സിറ്റിസൺ. അപ്പോൾ ഈ ഒരു ആക്ടിനെ കുറിച്ച് പല രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും, നമുക്കിടയിലുള്ള പല ആളുകൾക്കും ഈ ഒരു ആക്ടിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ പല രക്ഷിതാക്കളും തങ്ങൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഏൽപ്പിച്ചിട്ട് ഇവർ വൃദ്ധസദനങ്ങളിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതറിയാത്ത ആൾക്കാർക്കുള്ള ഒരു അറിവ് നൽകൽ കൂടിയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അച്ഛൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, വൃദ്ധസദനത്തിൽ താമസിക്കുമ്പോൾ ഓരോ ഫോൺ കോൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ കോളിംഗ് ബെല്ല് മണിയടി ശബ്ദം കേൾക്കുമ്പോഴും ഒക്കെ എല്ലാവരുടെയും കണ്ണിലൊരു പ്രതീക്ഷയാണ്. തൻ്റെ മക്കൾ വിളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ മക്കൾ തന്നെ കാണാൻ വന്നതായിരിക്കാം എന്നൊക്കെ. പക്ഷേ സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃദ്ധസദനത്തിൽ ആക്കിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ അവിടുന്ന് വരുന്ന ഒരു ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാത്ത എത്രയോ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കെതിരായിട്ട് അല്ലെങ്കിൽ തൻ്റെ അവകാശങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് മുത്തുമണി ചെയ്തിട്ടുള്ള ആ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ 4 മക്കളെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ 4 മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട്, സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വാഗ്വാദങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മുത്തുമണി ഓരോ ക്യാരക്ടേഴ്സിനോടും ചോദിക്കുന്നുണ്ട് അച്ഛനെ നോക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം ഈ മകളോടും ചോദിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു ശതമാനം ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടാണ് ഈ മകളുടെ ക്യാരക്ടറിലൂടെ അല്ലെങ്കിൽ ഈ മകളുടെ വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിതിൽ കൂടുതൽ എന്തു പറയാനാ മാഡം? ഇവർ ഈ 3 ആമക്കളുണ്ടല്ലോ, അവർ പറയട്ടെ, എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ബാധ്യത തീർന്നു എന്ന് കരുതുന്ന രക്ഷിതാക്കളുണ്ട്. അതുപോലെ തന്നെ എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ, അപ്പോൾ ഇനി അവരുടെ കാര്യങ്ങൾ, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ വല്ലാതെ നോക്കേണ്ട ഒരു കാര്യം എനിക്കില്ല എന്ന് കരുതുന്ന, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബമുണ്ട്, അവിടുത്തെ അച്ഛനമ്മമാരുണ്ട്, അതിൻ്റെ കൂടെ സ്വന്തം അച്ഛനമ്മമാരെ കൂടി നോക്കാൻ വയ്യ എന്ന് ചിന്തിക്കുന്ന പെൺമക്കളും നമുക്കിടയിലുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആൺമക്കളായാലും പെൺമക്കളായാലും ഒരേ രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് അച്ഛനമ്മമാർ നമ്മളെ വളർത്തുന്നത്. അച്ഛനമ്മമാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ ബാധ്യത തീർന്നു എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു അച്ഛനമ്മ മക്കൾ ബന്ധം, ആ ഒരു ബോണ്ട് എങ്ങനെയൊക്കെ നമ്മൾ എത്രയൊക്കെ ദൂരെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലായാലും ആ ഒരു ബോണ്ട് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം അച്ഛനും അമ്മയ്ക്കും പകരം മറ്റാരും ആവില്ല, അവരെ നോക്കേണ്ട കടമ സ്വന്തം മക്കൾക്ക് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്ക് നമ്മുടെ രക്ഷിതാക്കളെ വേണ്ട രീതിയിൽ നോക്കാനോ അവർക്ക് എന്താണ് അവർക്ക് വേണ്ടതെന്ന് നമ്മളൊന്ന് അന്വേഷിക്കാനോ മുതിരാറില്ല.
പലപ്പോഴും വയസ്സായി വരുന്ന സമയത്ത് അവർക്ക് ആർഭാടങ്ങളോ വലിയ വലിയ വില കൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അവർക്ക് അപ്പോൾ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് അവർ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന മക്കൾ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യമായിട്ട് അവർ കണക്കാക്കുക. അപ്പോൾ അവരുടെ ഒരു സാമീപ്യം, അവരുടെ ഒരു മക്കളുടെ ഒരു ശുശ്രൂഷ, പരിചരണം ഒക്കെ തന്നെയായിരിക്കും എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിമിലും. പക്ഷേ അവസാനം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ എല്ലാ മക്കളും ചെന്ന് കാണുന്നത് ഈ ഒരു അച്ഛൻ്റെ ഡെഡ് ബോഡിയാണ് അവർ ചെന്ന് കാണുന്നത്. എന്നിട്ട് അവരെല്ലാവരും ആവിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ജീവിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നോക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ പറ്റുമെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ എല്ലാം രക്ഷിതാക്കളെയും അതുപോലെ വയസ്സായിട്ടുള്ള ആൾക്കാരെയും നല്ല രീതിയിൽ പരിചരിക്കുക. ഒന്നും വേണ്ട, നല്ല രീതിയിലുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പരിചരണമോ നൽകാൻ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം അവസാനിക്കുന്നത് മുത്തുമണി പറയുന്ന ഈ ഒരു വാക്കുകളിലൂടെയാണ്. അത് കേൾക്കാം. പ്രായം ഓരോ പ്രായത്തിനും ഓരോ ശബ്ദമാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അവസാനം ഇങ്ങനെയാണ്: പ്രായം ഓരോ പ്രായത്തിനും ഓരോ ശബ്ദമാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ഒരു ബാല്യത്തിലുള്ള ഒരു ശബ്ദമായിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു ചിന്തയായിരിക്കില്ല നമുക്ക് മുതിർന്നു കഴിയുമ്പോൾ. നമ്മുടെ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലുള്ള ചിന്തയോ ശബ്ദമോ ആയിരിക്കില്ല നമുക്ക് പ്രായമായി കഴിയുമ്പോൾ. ഓരോ പ്രായത്തിനും ഓരോ ശബ്ദമുണ്ട്, അത് മനസ്സിലാക്കുക. നമ്മുടെ മുതിർന്നവരുടെ ശബ്ദം, പ്രായമായവരുടെ ശബ്ദവും നമ്മൾ തിരിച്ചറിയുക. അവർക്ക് വേണ്ട സ്നേഹവും കരുതലും നൽകുക. അപ്പോൾ ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഭാഗമല്ല വൃദ്ധജനങ്ങൾ. അവർക്കും അവകാശങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. അത് നിറവേറ്റി കൊടുക്കാൻ മക്കൾ എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.